എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. വാത്സല്യത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ചപ്പാത്തിക്കൊരു കറി ഉണ്ടാക്കാം. അതിനായിട്ട് 2 മുളക്, സിംല മുളക് എടുത്തിട്ടുണ്ട്. 2 പറ്റൽമുളക്, ഇച്ചിരി മല്ലി, കപ്പലണ്ടി, വെളുത്ത എള്ള, ഇച്ചിരി കൊപ്ര ചിരണ്ടിയത്, ഇതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വലിയ ജീരകവും. ഇതുപോലെ അരിയണം മുളക്. ചട്ടി ചൂടായി കഴിഞ്ഞപ്പോൾ വറ്റൽ മുളകും കപ്പലണ്ടിയും മല്ലി, നമുക്ക് പെരിഞ്ചീരകം കൂടി ഇട്ട് കൊടുക്കാമേ. ഇതെല്ലാം കൂടി ഇട്ട് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. ഇത് പൊടിച്ചെടുക്കാനാണ്, അതുകൊണ്ടാണ് ചൂടാക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വെളുത്തെള്ളും കൊപ്രായും കൂടി ഇട്ട് ചൂടാക്കി നമുക്ക് എടുക്കാം. ഒരു മണം വരുന്നുണ്ട്, നമുക്ക് ഇറക്കി വെക്കാം. ഇവിടെ ഇരുന്ന് തണുക്കട്ടെ. തണുത്ത് കഴിഞ്ഞ് നമുക്ക് പൊടിക്കാം. ആ പാത്രം തന്നെ നമുക്കൊന്ന് തൂത്ത് ഉടച്ചെടുത്തിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. കടുകിട്ട് പൊട്ടിച്ച് കൂടെ തന്നെ ഒരു നുള്ളു ജീരകവും, രണ്ട് 3 അല്ലി വെളുത്തുള്ളി കീറിയെടുത്തതും കൂടെ ഇട്ടു. പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മുളക് ഇട്ട് കൊടുത്തു. കൂടെ തന്നെ ഇച്ചിരി മഞ്ഞൾപ്പൊടി, ചെറുതീരിട്ട് നമുക്കൊന്ന് വാട്ടിയെടുക്കാം. ഇച്ചിരി ഉപ്പിട്ട് കൊടുത്ത് പൊടിക്കാനായിട്ട്. ഉപ്പും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് ഒന്ന് ഇളക്കി അടച്ചു വെച്ചു. അപ്പം ഇച്ചിരി വെള്ളം അതേലുള്ളത് ഇറങ്ങി വരും. ആ വെള്ളമയം കൊണ്ട് ഇത് വെന്തു വരും. നമ്മൾ നേരത്തെ മുളക് ഇട്ട് പൊടിച്ചതാ. ഒരു കളറിന് വേണ്ടി ഒരു ഇച്ചിരി കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുത്തേ. ഇത് നമ്മൾ ആ വറുത്ത് പൊടിച്ച കൂട്ടാണേ. തരിതരിയായിട്ട് പൊടിക്കണം. അത് വിട്ടിളക്കി 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ഇട്ടു. ഇത് പുളിക്ക് വേണ്ടി മാങ്ങാപ്പൊടിയാണേ, ഉണങ്ങിയ മാങ്ങ പൊടിച്ചതാ. ഇളക്കിയെടുത്തു. പിന്നെ നമുക്കൊരു ശകലം മല്ലിയില ഇട്ടിട്ട് ഇളക്കി നോക്കാം. ഇപ്പം റെഡിയായി. ഒരു പാത്രത്തിലോട്ട് നമുക്ക് വിളമ്പിയെടുക്കാം. ചപ്പാത്തിയുടെ കൂടെ ഒരു പരിപ്പ് കറിയോ വെച്ചിട്ട് ഇതും കൂടെ കൂട്ടി വെച്ച് അല്ലെങ്കിൽ വെച്ചിട്ട് തൈരോ ഒക്കെ എടുത്ത് അതിൻ്റെ കൂടെ ചപ്പാത്തി കഴിക്കാൻ നല്ലൊരു രുചിയുള്ള കൂട്ടാനാണ്. എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ.